മമ്മൂക്ക ചെയ്തു വെച്ചേക്കുന്നത് പോലെ ചെയ്യാനായിട്ട് എത്ര റീമേക്കിൻ്റെ ഏത് വലിയ തലമൂത്തപ്പൻ വന്നാലോ ഇനി ലാലേട്ടൻ വന്നാൽ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു അവാർഡ് കിട്ടിയതിന് പിന്നാലെയും മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ടൊവിനോയ്ക്കും അതേപോലെ ആസിഫിൻ്റെയൊക്കെ അവാർഡ് കളഞ്ഞിട്ട് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത് മമ്മൂട്ടിക്ക് സംസ്ഥാന സർക്കാരുമായിട്ട് എന്തോ ഒരു വഴിവിട്ട ബന്ധമുണ്ട്, അങ്ങനെയാണ് കിട്ടിയതെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ആ ഒരു സ്പിരിറ്റിൽ തന്നെ, അതായത് ഒരു കലാകാരനെ നല്ല രീതിയിൽ കലാകാരനായിട്ട് തന്നെ കാണുന്ന ഒരു കൂട്ടം ആളുകളും മറ്റൊരു വശത്തുണ്ട്. നമ്മളെല്ലാം നെഗറ്റീവ് മാത്രം പറയാൻ പാടില്ലല്ലോ. അപ്പം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതിനെ അംഗീകരിക്കുന്ന, മമ്മൂക്ക അത് അർഹിക്കുന്ന ആളാണെന്ന് പറയുന്ന കുറേ ആളുകളുമുണ്ട്. അപ്പോൾ ബെസ്റ്റ് ആക്ടറിനുള്ള ഒരു അവാർഡ് കിട്ടുന്നതിനോടൊപ്പം തന്നെ പത്മഭൂഷൺ നൽകി നമ്മുടെ രാജ്യം കൂടി മമ്മൂക്കയെ ആദരിച്ചിരിക്കുകയാണ്. ഏകദേശം 98-ന് ശേഷം ഇപ്പോഴാണ് 2026 ആയപ്പോഴാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുന്നത്. ഞാൻ ജനിച്ച വർഷമാണ് മമ്മൂക്കയ്ക്ക് ലാസ്റ്റ് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുന്നു. മമ്മൂക്ക അതിൽ ഒരുപാട് സന്തോഷവാനാണ്. അതിൽ മമ്മൂക്ക